ഈ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. ഞങ്ങളുടെ ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കാലതാമസം ഉണ്ടായി. ആ കാലതാമസം ഉണ്ടായത് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ കാലതാമസമല്ല. ഞങ്ങൾക്ക് ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഖിലേന്ത്യാ തലത്തിലുള്ള പാർട്ടി എന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റേതായ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ആ തീരുമാനങ്ങൾ എടുക്കുന്നതനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനും കഴിയും. ഞങ്ങളുടെ നാഷണൽ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നു. പാർട്ടി എന്ത് തീരുമാനിച്ചാലും പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇല്ല, ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നില്ല. ഞാൻ അദ്ദേഹം താമസിക്കുന്ന അതേ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. എങ്കിലും അതിനെ ആശയവിനിമയം നടത്താനുള്ള അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല. ഞാൻ പാർലമെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് പാർലമെൻറ്റ് സമ്മേളനത്തിലേക്ക് ഇന്നലെയല്ല അതിന് മുമ്പുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പാർലമെൻറ്റ് സമ്മേളനത്തിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയില്ല. മത്സരിക്കുന്നില്ല എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ചില ചർച്ചകൾ ഉണ്ടായിരുന്നതാണ്. അത് താങ്കൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് അതിൽ സൂചനയുണ്ടായിരുന്നു. ഇപ്പൊ MP-മാരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ലിസ്റ്റ് വൈകുന്നവരെ കാര്യങ്ങൾ എത്തിച്ചില്ലേ? ഇല്ല, ലിസ്റ്റ് വൈകിയില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് വൈകിയെന്ന് നോമിനേഷൻ കൊടുക്കാനുള്ള ദിവസവും കഴിഞ്ഞിട്ടില്ല. പ്രചരണം ഒന്നും വൈകിട്ടില്ല. എല്ലായിടത്തും വേണ്ട തരത്തിലുള്ള പ്രചരണം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ പ്രചരണം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി എല്ലായിടത്തും ഞങ്ങളുടെ വരുന്ന സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ അവരെല്ലാവരും തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അംഗം കെ സുധാകരനും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച 2 MP-മാരാണ്. പ്രധാനപ്പെട്ട പദവി വഹിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ AICC ഒരു ഡിസിഷൻ എടുത്ത് അറിയിച്ചിരുന്നുവെങ്കിൽ 4 ദിവസക്കാലം മാരത്തോൺ ചർച്ചയും ഇങ്ങനെ നിരാശപ്പെടുത്തുന്ന തീരുമാനങ്ങൾ നീട്ടി കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഒരു ഡിസിഷൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരുന്നുവെങ്കിൽ ഈ തർക്കം ഉണ്ടാവുമായിരുന്നില്ല? അങ്ങ് ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. CPM പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. CPMന് ഇവിടെ ഇരുന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ ഞങ്ങളെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അത് പറയുക മാത്രമല്ല, അതോടൊപ്പം തന്നെ ഓരോ നിയോജക മണ്ഡലത്തിലുമുള്ള സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നതിനെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിന് അല്പം കാലതാമസം ഉണ്ടായി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതല്ലാതെ കണ്ട് നേരത്തെ കാലയെക്കുട്ടി ഞങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളോടൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. MP-മാർ എന്നുള്ള നിലയിൽ മത്സരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുകയില്ല. കാരണം മറ്റൊന്നുമല്ല, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വേദിയായി മാറിയിരിക്കുന്നു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന ഒരു നിർദ്ദേശം പാർട്ടിയിൽ നിന്നും ഉണ്ടായതനുസരിച്ച് ഞങ്ങൾ ഒന്നിച്ച് പോകാൻ തീരുമാനിച്ചു. അല്ല, അത് പാർട്ടി എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് ഞങ്ങൾക്ക് വലുത്. പാർട്ടി എടുത്ത തീരുമാനം എന്തായെങ്കിലും തെറ്റായാലും ശരിയായാലും അത് സ്വീകരിച്ച് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. അത് സ്വീകരിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങൾ ഓരോ നിമിഷവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്തുകൊണ്ട് താമസം ഉണ്ടാക്കി എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് മാത്രമല്ല
മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമായിരുന്നു. ഇപ്പോൾ തമിഴ്നാടുണ്ട്, പോണ്ടിച്ചേരിയുണ്ട്, ആസാമുണ്ട്, പശ്ചിമബംഗാളുണ്ട്. ഇങ്ങനെ തുടങ്ങി ഓരോ സംസ്ഥാനത്തുമുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ശരിയായിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ആ തീരുമാനമാണ് ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. അല്ല, ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. ഒരു തെറ്റായ വാർത്തകൾ, നിങ്ങൾ ഒരു സന്ദേശം കൊടുക്കാൻ നിങ്ങൾ കരുതരുത്. ഇത് ഞങ്ങളൊക്കെ നേരത്തെ തന്നെ തീരുമാനം എടുത്തിരുന്നതാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല, ഒരു കാലുവാരലും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ആ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിലെ ഞങ്ങൾ എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ കാര്യങ്ങൾ തീരുമാനമെടുത്ത് തന്നെ മുമ്പോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തർക്കമുണ്ടായി. ഈ പ്രഖ്യാപനം വൈകി. അഥവാ സീറ്റ് നേടി വിജയത്തിലെത്താൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇത്തരം തർക്കം ഉണ്ടാകും? ഒരു കാരണവശാലും ഉണ്ടായില്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ട്. കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുക്കും. ആ തീരുമാനം ഞങ്ങളെ അറിയിച്ചാൽ അത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകും. അത് തീർച്ചയായിട്ടും പിന്നെ ഹൈക്കമാൻഡിന് അതിനൊരു സേ ഉണ്ട്. ഇവിടെ നേരത്തെ CPM കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ CPM തീരുമാനിക്കുന്നത് പോലെയുള്ള തീരുമാനങ്ങളല്ല ഞങ്ങൾ കൈക്കൊള്ളുന്നത്. ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇക്കാര്യങ്ങളുമായി മുമ്പോട്ട്. ഭരണഘടന അനുസരിച്ച് പാർലമെന്ററി പാർട്ടി യോഗം ഭൂരിപക്ഷമാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഒരു കീഴ്വഴക്കവും. അതിലും ഇത്തവണ മാറ്റം ഉണ്ടാവും. ഹൈക്കമാൻഡ് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ എല്ലാം പരിശോധിച്ച് കൂട്ടായി ഞങ്ങൾ ആലോചിക്കും. മുതിർന്ന നേതാക്കന്മാരുണ്ട്. അത് മുതിർന്ന നേതാക്കന്മാരുമായി ഒക്കെ കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെ അറിയിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ. അങ്ങയെക്കുറിച്ച് അങ്ങയുടെ വ്യക്തിപരമായി അങ്ങയുടെ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന വിവിധ നിയമസഭാ സീറ്റുകളെ സംബന്ധിച്ച് പാലോട് രവിയെ അവസാനം വാമനപുരത്തിൽ നിന്ന് മാറ്റി, മീനാങ്കൽ കുമാറിനെ നെടുമങ്ങാട് കൊണ്ടുവന്നു, ബിന്ദു രമ്യ ഹരിദാസിനെ അവിടെ ചിറയൻകിഴി കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ദളിത് കോൺഗ്രസ് വിഭാഗം നേതാക്കൾ വലിയ തരത്തിലുള്ള തർക്കമുണ്ട്. എല്ലായിടത്തും പ്രതിസ്ഥാനത്ത് അടൂർ പ്രകാശിന്റെ പേരാണ് പറയുന്നത്. അത് വ്യക്തിപരമായ ആക്രമണമാണ്. അല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ഒരു ആരോപണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തണ്ട. ആ ശ്രമങ്ങൾ ഒന്നും വിലപ്പോകില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട്, ഒരാളുടെ കാര്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് അത് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അല്ല, ഞാൻ ആ ആരോപണം എന്താണ് അദ്ദേഹം ഉന്നയിച്ചതെന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് ഞാൻ അന്വേഷിക്കാം. അല്ല, അത് ഞാനത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പിന്നെ കോന്നി മത്സരിക്കുന്നോ എന്ന് ചോദിച്ചു എന്നുള്ളതല്ല, കോന്നിയിലെ വിഷയങ്ങൾ ചോദിച്ചിരുന്നു. ചോദിച്ചതനുസരിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പിലും ഞാൻ കൊടുത്ത പേര് തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊരിക്കലുമല്ല. അത് പിന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുത്തു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? അതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രചരണമാണ്. ആ ബാധ്യതാ സർട്ടിഫിക്കറ്റൊക്കെ ഞങ്ങൾ ഇപ്പോൾ കേരള ഹൗസിൽ ഞാൻ പോകുന്ന അവസരത്തിൽ എൻ്റെ വണ്ടി ഇല്ല എങ്കിൽ വണ്ടി അയക്കാൻ പറയും. അതിന് പണം അടയ്ക്കണം. അതിന് പണം അടയ്ക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ PA വിളിച്ചു പറഞ്ഞു, അവിടെ ഉള്ള പൈസകൾ നമ്മൾ എന്തായാലും അടയ്ക്കേണ്ടതാണ്, അത് അടച്ചു തീർക്കാൻ പറഞ്ഞു. അത് കേരള ഹൗസിൽ അത് ചെയ്തു എന്ന് പറയുന്ന ഒരു തെറ്റാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ആ
ഇല്ല, അങ്ങനെ എനിക്കൊരു അഭിപ്രായമൊന്നുമില്ല. അത് ഞങ്ങളൊരു തീരുമാനം, അതില്ലേ, ഞങ്ങൾക്കൊരു പാർട്ടിയുടെ ഘടനയും മറ്റും ഇല്ലേ. ഞങ്ങളൊരു ആ തീരുമാനങ്ങൾ വരുന്ന അവസരത്തിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള 100% തീരുമാനം. അങ്ങയുടെ ഹൃദയബന്ധമുള്ള ഒരു സ്ഥലമാണ് കോന്നി. അവിടെ നിന്ന് പറിച്ചാണ് ആറ്റിങ്ങലിലേക്ക് നട്ടത്. തിരിച്ച് വീണ്ടും കോന്നിയിലേക്ക് പോകാനുള്ള അവസരമായിരുന്നു. അത് നഷ്ടപ്പെട്ടതിനുള്ള വ്യക്തിപരമായി ഒരു വിഷവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവിടെ ഇപ്പോൾ കൺവെൻഷൻ അടുത്ത ദിവസം കൂടുന്നുണ്ട്. ആ കൺവെൻഷൻ ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ വിഷമവും യാതൊന്നുമില്ല. അവിടുത്തെ മാത്രമല്ല, കേരളത്തിലെ UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും UDFന് വേണ്ടി നിറവേറ്റുകയാണ് എൻ്റെ കടമയും ഉത്തരവാദിത്വവും. ഇന്ന് തന്നെ ഞാൻ ഈ അർദ്ധരാത്രിയിൽ ഇവിടെ വന്നു എങ്കിലും നേരെ പോകുന്നത് കാട്ടാക്കടയും അതുപോലെ തന്നെ നെടുവങ്ങാടും മറ്റ് ചെറിയൻകീഴും തുടങ്ങിയ പ്രദേശങ്ങൾ കൂടി ഇന്ന് തന്നെ കവർ ചെയ്ത് ആളുകളെ കണ്ടതിന് ശേഷമാണ് പോകാൻ തീരുമാനിച്ചത്.